ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ അങ്ങനെ പരാജയപ്പെട്ടു. സീരീസ് കയ്യിൽ നിന്ന് പോയി. നമ്മുടെ ക്യാപ്റ്റനായിരുന്ന ബൂംറ ഗംഭീരമായിട്ട് മാൻ ഓഫ് ദി സീരീസ് അടിച്ചെടുക്കുകയും ചെയ്തു. ഏറ്റവും നല്ല പെർഫോമൻസ് ഒരു സീരീസിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. അതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് അതിന്റെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ആരാണ് മോശക്കാരെന്നോ എന്തുകൊണ്ടാണ് തോറ്റതെന്നെല്ലാം പോലെ അദ്ദേഹം പറഞ്ഞത്, ഈ തോൽവി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്ക് നമ്മൾ നല്ലൊരു ടീമിനെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടത്തും. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ടീമിൽ വന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന ഭാവി ഇന്ത്യ എന്ന് പറയുന്നത് ശക്തമായിരിക്കും എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗംഭീര ഇന്റർവ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തികച്ചും പ്രചോദനാത്മകമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഇത് തട്ടിച്ച് നോക്കിയാൽ പരാജയങ്ങൾ വരും. പ്രത്യേകിച്ച് ബിസിനസ് നടത്തുന്നവരൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ മേലേക്ക് തട്ടിമാറ്റും. യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത് ഒരു സന്തോഷം വന്നാൽ അത് മറ്റുള്ളവർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുകയും മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. പ്രതീക്ഷകളാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്നുള്ളത്. എന്ന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നോ അന്ന് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും. ഇന്ത്യൻ ടീമിന് ഒരുപാട് ആശംസകൾ നേരാം. ഇനി വരുന്ന ഇന്ത്യൻ ടീം ഒരു സടകുടഞ്ഞെഴുന്നേറ്റ ഒരു സിംഹമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എല്ലാവർക്കും വിഷിംഗ് യു ഓൾ എ വെരി ഗുഡ് ലൈഫ് അഹെഡ്. മുനീർ അൽ വഫ വിത്ത് ലവ്.